എണേ 2 കപ്പക്കൊള്ളി ഉണ്ട് കിട്ടിയിട്ട് നമുക്ക് ചാക്കിൽ നിറച്ചിട്ട് കൊള്ളി വെക്കാലോ. നല്ല കാവൂലണേ. ആ കൊള്ളിയെ ഞാൻ കൊച്ചിയുടെ കൊണ്ടിട്ടു. അതെല്ലേ. ആ മണ്ണുള്ള ഭാഗം പിന്നെ മണ്ണിലേക്ക് വെക്കണം, മണ്ണില്ലാതെ മേലെ. അതെല്ലേ. അല്ല ഇങ്ങനെ ആകുമ്പോ ചാക്കിന് നിറച്ചാണ്ടല്ലോ, കപ്പ പൊരിക്കാനാകുമ്പോ ചാക്കി ഇതാക്കി വിടും. അങ്ങനെ ഒന്ന് കളക്കൊന്നും പണിയുണ്ടല്ലോ. നല്ല ആളവളൂടാ ഇതുണ്ടല്ലോ. ആ പാട്ടി കളിച്ച് ഈ ചാക്കിൽ നിറച്ചാൽ എല്ലാരും ഇപ്പം ചാക്കിലല്ലേ മണ്ണ് നിറച്ച് കപ്പ വെക്കുന്നേ കൊള്ളി. ഇപ്പൊ എല്ലാം പകുതി ചാക്ക് പകുതിയാക്കിയിട്ട് അതിന് നടുവന്ന് അവിടെ എളുപ്പത്തിലായില്ലേ. കൊട്ട വാങ്ങാണ്ടായില്ലേ. ആയി കൊത്തി കോരി ഇത്തിരി ഒരു ലേശം വളം ഒഴിച്ച് നല്ലോണം ആലവളം ഇടണം. എന്നാ പിന്നൊന്നും ഇടണ്ട. അങ്ങനെ ഇടാം. എന്നാലേ ആവും. ഇപ്പം എന്ന് വെച്ചാൽ പണ്ടെല്ലാം കൂന കൂട്ടി കൊത്തി കുതിര കൊത്തി കപ്പക്കൊള്ളി വെച്ച് വന്നിട്ട് എടിയാ വെള്ളം വെച്ചാൽ കോരും. ഇപ്പം എല്ലാം മിറ്റത്തന്നെ ബാത്തുമ്പിലാകും. ബാത്തുമ്പില് അതിന് പന്നി വെച്ചക്കണ്ടെന്ന്. ആ അങ്ങനത്തെ അവസ്ഥയില്ല ഇപ്പൊ. ഇപ്പൊ ആളെ മുമ്പ് തന്നെ കപ്പിയായില്ലേ. ചാക്ക കീറണം സമയമാകുമ്പോ പന്നി വന്നിട്ടാണെങ്കിൽ ഇപ്പൊ മേലോട്ട് വെക്കണം. അങ്ങനത്തെ പണിയല്ലേ ഇപ്പൊ. അതുകൊണ്ട് ഞാൻ നരക്കാം. അങ്ങനെ കളക്കാൻ നാളിടണേ. ഇനിയിപ്പം വേഗം എത്തിക്കാനായിപ്പം പണി. അതെ അങ്ങോട്ട് എത്തിക്കാനാ പണി. പോരെ ഇങ്ങനെ പോരെ മതിയാ. ഇനി ആലവളം ഇടൂലേ. നീര് കൂടാ. ഇത് ഒരു ചിന്തയിൽ ഉണ്ടാവണം. ഇതിൻ്റെ അകത്ത് ചാക്കിൻ്റെ അകത്ത് ഉണ്ടാക്കി വലിയ ചാക്കല്ലേ. അതെ വലിയ ചാക്കാണ്. എല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം കുറച്ചും കൂടെ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അമ്മ ലേശം വെള്ളയിലിട്ട് എന്നൊരു ചുണ്ടിയെല്ലാം കൊടുത്താൽ വെള്ളം നനച്ചു കൊടുത്താൽ എന്തെല്ലാം കണ്ടുപിടുത്താണിപ്പല്ലേ. എല്ലാം കണ്ടുപിടുത്തു. നമ്മൾ പണ്ടെല്ലാം കുതിര കൂട്ടി വെക്കലുണ്ടപ്പം അപ്പം അതേമ്പും അന്ന് കുതിര കൂട്ടലല്ലോ ഇല്ല. ഫുഡ് വെച്ചിട്ട് വെച്ചിട്ടും വെക്കും കുതിര കൂട്ടിയിട്ടും വെക്കും. ഒരു തോലും വെച്ച് വെണ്ണീരും ഇട്ട് അപ്പം കുണ്ട് കൊത്തി അതിൽ തോലിട്ടു വെണ്ണീരും പടം ഇട്ടു. 2 പേരുടെ വേണ്ടു. 10 ദിവസം കഴിയുമ്പോൾ ഒരു കുടുംബക്കാർക്ക് വെക്കാൻ 2 പേരുടെ വേണ്ടു. ഇഷ്ടം പോലെ ഉണ്ടാവും. നോക്കാം നമ്മളെ പരീക്ഷണം. മതിയാ. ഇത് മതി. ഇനി ഇതിൻ്റെ ആ കാലവളം ഇടണ്ടേ. കുറഞ്ഞാ ഇല്ല, നല്ല പൊടി മണ്ണാണ്. അപ്പൊ ഞാൻ നടുവിന് സുഖിലൊക്കെ അതുകൊണ്ടാണ് ഏലില്ല നടു. കാലവളം ഇട്ട് കഷ്ടപ്പാടുണ്ടപ്പാ. കഷ്ടപ്പാടെല്ലാം പൊരിച്ച് തിന്നുന്ന പോലെയല്ല. അല്ല അല്ല പണിയുണ്ട്. അതിനല്ലേ പന്നിക്ക് പണിയൊന്നുമില്ല. വേഗം പന്നി തിന്നല്ലേ വേണ്ടു. അതും കൂടി കിടക്കാം. അങ്ങനെ ദിവസം 2 ചാക്ക് നിറച്ചാൽ നമുക്ക് ഒരു 10-100 ചാക്ക് നിറക്കാം. നമുക്കിതൊരു പരീക്ഷണമാണ്. നോക്കാം. ഇത് രണ്ടും എന്താ ആദ്യം നോക്കാം. എന്നിട്ട് അടുത്തേന് വെക്കാം. നല്ലോണം ഉണ്ടെങ്കിൽ നമുക്ക് അതെ ഒരു 100 ചാക്ക് മേടിച്ചിട്ട് ഇങ്ങനെ വാർപ്പിന്റെ മേലെ തേച്ച് നിരത്തി വെക്കാം. കപ്പയാ. ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ആലവളം ഇടലാണ്. ആലവളാണ് നമ്മൾ ഇംഗ്ലീഷ് വളം ഇടാണ്ട് നമ്മൾ ആലവളം ഇക്കെല്ലാം എന്തുണ്ട് നോക്കാലോ. ഈ 2 ചാക്കിലേക്ക് ഇതിന് ആലവളം ഇട്ടാലേ നന്നാവും. എല്ലേനും ഇടണം, എന്നാലേ ഉണ്ടാവില്ലേ. മറ്റേ വളം ഇടുന്നതിനെക്കാട്ടിയോ നല്ലതാണ് ആലവളം ഇട്ടാൽ. ഇതിൽ 2 നല്ലോണം കേങ്ങ് ഉണ്ടെങ്കിൽ അടുത്ത് നമുക്ക് അടിച്ച് പൊടിച്ചിട്ട് കപ്പ വെച്ച് കപ്പ. അതുപോലെ വെള്ളം നനക്കണം. ഒരാഴ്ചക്ക് ഒരു ദിവസം നനക്കണ്ടോ. അത്രേ വേണ്ടു. പോരെ. ഒന്നും കൂടി അതും കൂടി ഇട്ടോ. ഒന്നും കൂടി ഇട്ടോ കേട്ടാ. അതും കൂടി ഇട്ടേ. നല്ല പൊടി വളമാണ്. നല്ല ചാണം തോലും ചാണോ രണ്ടും ഉണ്ട്. നല്ല നല്ല വളല്ലേ. ഇത് ഇവിടുന്ന് മാറ്റി വെക്കണ്ടേ. കൊള്ളി കൊടുത്തു. കൊള്ളിയത് അല്ല മാറ്റി വെക്കണ്ടേ. എടേ ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് എടുത്ത് വെക്കാം. ഇവിടെ പശുവിനെ കെട്ടുന്നതാണ്. കാണുന്നില്ലേ. അവിടെ ഇങ്ങനെ വെക്കാം. അതിന്റെ സൂര്യപ്രകാശം കിട്ടുവാ. മുള വന്നിട്ടാകുമ്പോ മേലെ കൊടച്ചാൽ മതി. എന്നാലും ആടെ വെക്കുന്ന അടുത്തോട്ട് അവിടെ അന്ന് ആടെ വെച്ചൂടെ. നല്ല ഇതല്ലേ. നടക്കാം.
പൈപ്പും ഉണ്ടല്ലോ വെള്ളം ഓക്കെ പിന്നെ ഓമനെ കപ്പക്കൊള്ളി നിർത്തരാ. ഈശ്വര അടുത്തൊരു നല്ല കപ്പ കിട്ടണേ. ഒരു വീട്ടിൽ കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു കുടുംബത്തിന് വെക്കേണ്ട ഒരു ദിവസം വെക്കേണ്ട കപ്പ കിട്ടിയാൽ മതി. അപ്പനൊരു ആഗ്രഹമൊന്നുമില്ല. പണ്ട് നമ്മൾ മണ്ണ് വറക്കും, ഇതിൻ്റെ മേലെ മണ്ണ് വെക്കും. നല്ലോണം കപ്പ ഇനി വെള്ളം നനക്കണം. നന്നായിട്ട് വരട്ടെ. പിടിക്കാം. അതിൽ ഒഴിക്ക്, വെള്ളം ഒഴിക്ക്. പൈപ്പ് അങ്ങോട്ട് ഒത്തുന്നില്ലല്ലോ. ഒത്തുന്നില്ല, ചെറിയതായി പോയി. അതെ അല്ലേ. ഇനിയിപ്പോൾ ഞാൻ മുറിച്ച് കൂട്ടണം. ഇത് വേഗം മുറിഞ്ഞു പോകുമപ്പാ. ഈ ജോയിന്റ് വാങ്ങണമെന്ന്. ഇപ്പൊ തൽക്കാലം ഇത് അങ്ങനെ മതി. നിറച്ചിട്ടോ. കണ്ടല്ലോ കൊലക്ക് വെള്ളം നനക്കും പൈപ്പിട്ടിട്ട്. പൈപ്പിട്ടിട്ട് വണ്ണം ഉണ്ടാവും കായി നിറഞ്ഞാ. ബക്കറ്റിൽ വെള്ളം പാകുന്ന പാട്ടാണ് കോരി ഒഴിക്കും. നല്ല വെള്ളം ഇപ്പൊ ആരും കൊണ്ടാ നിൽക്കുന്നത്. കൂടാ അതിന് വെള്ളം ഒഴിക്കാൻ നേരം കിട്ടും. കഷ്ടപ്പെട്ട പൈസയില്ല. കൂലി വേണ്ടല്ലേ. നമ്മൾ ചാക്കിനകത്ത് കപ്പ നട്ടു. ആദ്യമായിട്ടാണ് കപ്പക്കൊള്ളി നട്ടത്. നിങ്ങളും അതുപോലെ നടണം കേട്ടോ. ഒരു വീട്ടിൽ 2 ചാക്കിലങ്ങ് നിറച്ചാലേ നമുക്ക് കറിയുടെ ആവശ്യത്തിന് കിട്ടും. നമ്മൾ ഇതുവരെ ഇങ്ങനെ നട്ടില്ല, ആദ്യമായിട്ട് വരുന്ന. ഇത് നട്ടിട്ട് ഇനി പൊരിക്കുമ്പോൾ നല്ല കപ്പി ഉണ്ടെങ്കിൽ നമ്മൾ അടുത്ത് ചാക്കിൽ നമ്മൾ നട്ടിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരും കേട്ടോ. ഉണ്ടെങ്കിൽ നട്ടിട്ട് എന്നിട്ട് നമ്മൾ നല്ലോണം ആലവളലിട്ടിന് നല്ല മണ്ണ് കോരിയിട്ട് നല്ല ഇതാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഈ വീഡിയോ കണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ചെയ്യാം. ഇങ്ങനെയല്ല എങ്ങനെ നടണം. നമ്മൾ ആദ്യമായിട്ട് നടുന്നതാണിത്. അല്ലാതെ കുതിര കൂട്ടിയിട്ട് വെച്ചിട്ടുണ്ട്, ഇങ്ങനെ വെച്ചിട്ടില്ല. നമ്മൾ ആദ്യമായിട്ട് വെക്കുന്നതാണ്. അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളോട് പറയാം. ഹായ്.